ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ നമ്മൾ കുറച്ച് കാലമായിട്ട് ടീസേഴ്സിലൂടെയും സ്പൈ ഷോട്ട്സിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന കിയയുടെ പുതിയ ക്ലാവിസ് അല്ലെങ്കിൽ കാരൻസ് ക്ലാവിസ് എന്ന് പറഞ്ഞ കാരൻസിൻ്റെ ഒരു പുതിയ ഫേസ് ലിഫ്റ്റഡ് വേർഷൻ അവരിപ്പം അൺവെയിൽ ചെയ്തിരിക്കുകയാണ്. ലോഞ്ച് ആയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റും. മെയ് 9 മുതലാണ് ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 25,000 രൂപയാണ് ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. എന്തായാലും അവർ കാരൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടല്ല ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. കാരൻസ് ഇനിയും അവിടെ കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ മുകളിൽ ഒരു പ്രീമിയം ഓഫറിംഗ് ആയിട്ടാണ് അവർ ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് ഇന്നോവ ക്രിസ്റ്റയും അതുപോലെ തന്നെ ഹൈക്രോസ് ഒക്കെ കിട്ടുന്ന പോലെ, ഓർ ഈവൻ എർട്ടിഗ XL6 ഒക്കെ കിട്ടുന്ന പോലെ. എന്തായാലും നമുക്കിതിൻ്റെ ഡിസൈനിലും അതുപോലെ ഫീച്ചേഴ്സിലൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരാനാണെങ്കിൽ നമുക്കിപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന കാരൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. കിയയുടെ ഗ്ലോബലി വരുന്ന ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ ഡിസൈനിലോട്ട് ഇത് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ കിയ EV5 ആയിട്ട് ഭയങ്കര ഹെവിലി ഇൻസ്പയർഡ് ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയായിരിക്കും, കാരണം ഇത് ഇറങ്ങുന്നതിന് മുന്നേ ഇഷ്ടം പോലെ ആൾക്കാർ EV5ൻ്റെ ഇമേജസ് ആണ് ഈ വാഹനത്തിൻ്റെ റെൻഡേഴ്സായിട്ടും അതുപോലെ ഇതിൻ്റെ സ്പൈ ഷോട്ട്സ് ലീക്ക് പിന്നെന്താ ഇതിൻ്റെ തമ്മിലായിട്ട് കുറേ സാധനങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. എനിവേ ഈ വണ്ടിയുടെ ഒറിജിനൽ ഡിസൈൻ ഇതാണ്. EV5 പോലെ ഇരിക്കുമെങ്കിലും ഇത് EV5 അല്ല, കുറച്ചും കൂടെ ടോൺ ഡൗൺ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ക്ലാവിസിൽ അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് DRLസിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ ഏകദേശം അതുപോലെ തന്നെയാണ് വരുന്നത്. മാത്രമല്ല താഴത്തേക്ക് വരുമ്പോഴേക്കും മെയിൻ ഹെഡ് ലാംപ്സിൻ്റെ ഒരു പ്ലേസ്മെൻറ്റും വരുന്നുണ്ട്. അത് നമുക്ക് മൊത്തം LED ലൈറ്റിംഗ് സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ നോക്കാനാണെങ്കിലും കാരൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് ശരിക്കും കാണുമ്പോൾ പെട്ടെന്ന് ഒരു EV പോലെ തോന്നും, കാരണം മുകളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഗ്രില്ലോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മെയിൻ എയർ ഡാം ഒക്കെ അവർ താഴത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആ നേരത്തെ കാരൻസിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാനാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഓവറോൾ സൈഡ് പ്രൊഫൈലിൻ്റെ ഡിസൈനിൽ അവർ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഡയമെൻഷൻസിൻ്റെ കാര്യം നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. വീൽ ബേസിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഓവറോൾ കാണുമ്പോൾ ഉള്ളൊരു സൈസൊക്കെ എന്തായാലും സെയിം ആയിരിക്കും. പിന്നെ വാർവ്യൂംസിന് താഴെ നമുക്കൊരു ചെറിയ ബൾജിങ് കാണും. 360° ക്യാമറയുടെ ആണ്, അത് മാത്രമേ ഒരു അഡീഷനായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ വീൽസാണ്, വീൽസിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ ഈ വാഹനത്തിൽ ഒരു ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടില്ല. അത് ഈ അടുത്ത് വന്ന് നമ്മുടെ സീറോസിലുണ്ടായിരുന്നു. വേണമെങ്കിൽ അതും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഈ വണ്ടി ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയനെ എന്ന് നമുക്ക് പറയാം കൈൻഡ് ഓഫ്. കാരണം ഇപ്പോൾ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർസ് ആണല്ലോ ട്രെൻഡ്. പിന്നെ അലോയ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 17 ഇഞ്ച് അലോയ് വീൽസ് അവരിങ്ങനെ ഫൈനലി ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. കാരൻസിൽ റൈഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ റൈഡ് നല്ലതായിരുന്നു. ഇതിൻ്റെ റൈഡിന് എങ്ങനെ ഉണ്ടാവും നോക്കാം. എന്തായാലും 17 ഇഞ്ച് അലോയ് വീൽസിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ വണ്ടിയുടെ ബോഡി ടു ടയറിൻ്റെ ആ ഒരു റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ട്. നേരത്തെ ചെറിയ ടയർ പോലെ തോന്നുമായിരുന്നു ആ വാഹനത്തിൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അലോയ്സിൻ്റെ ഡിസൈൻ ആണെങ്കിലും കാണാൻ വലിയ കുഴപ്പമില്ല. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരാനാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം വ്യത്യാസം പറയാൻ പറ്റും. ഇതിന് മുന്നത്തെ കാരൻസിൻ്റെ ഡിസൈനും ഓൾമോസ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ടെയിൽ ലാംപ്സ് പോലെയൊക്കെ തന്നെ ആയിരുന്നു എങ്കിലും ഇതിനകത്ത് ഫുൾ LED ലൈറ്റിംഗ് സെറ്റപ്പിലോട്ട് മാറിയിട്ടുണ്ട്. നേരത്തേലും LED ഉണ്ടായിരുന്നു, പക്ഷേ ഇതുപോലെ അല്ലായിരുന്നു. ഇതിപ്പോൾ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻ ആണെങ്കിലും അത് കുറച്ചും കൂടി സ്ലിം ആയിട്ടുണ്ട്. നേരത്തെ കുറച്ച് വലിയ ടെയിൽ ലാംപ്സ് ആയിരുന്നു. പിന്നെ അതും കാണാൻ വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഇപ്പോൾ ഉള്ള വാഹനത്തിൻ്റെ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. കുറച്ച് സിൽവർ ഇൻസേർട്സ് ആണ് അവരിതിൻ്റെ ഫ്രണ്ടിലും സൈഡിലും അതുപോലെ ബാക്കിലും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ഓവറോൾ ഇൻസേർട്സ്, അതായത് കുറച്ച് പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഇൻറ്റീരിയറിലോട്ട് വരുമ്പം ഇവിടെയാണ് ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഡാഷ്ബോർഡ് ലേഔട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാരൻസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡാഷ്ബോർഡിൽ ഒരുപാട് ഗ്ലോസി ബ്ലാക്ക് എലമെൻസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ആയിരുന്നു. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അത്ര അപ് ടു മാർക്ക് അല്ലായിരുന്നു. ഫുള്ളി ഡിജിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ കുറച്ച് എന്താ പറയുന്നത്, ഇത്തിരി താഴെയുള്ള സെഗ്മെൻറ്റിൽ വണ്ടികളിൽ കാണുന്ന പോലത്തെ ഒരു ക്ലസ്റ്റർ ആയിരുന്നു. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും ഡാഷ്ബോർഡ് ഡിസൈൻ കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. അവരുടെ ഇപ്പോൾ വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ സെറോസിലൊക്കെ കിട്ടുന്ന ഓൾമോസ്റ്റ് ആ ഒരു സിമിലർ ആയിട്ടുള്ള തീമിലേക്ക് പോയിട്ടുണ്ട്. ഡ്യുവൽ ടോൺ അല്ലെങ്കിൽ കുറച്ചും കൂടി ലൈറ്റർ കളേഴ്സിലേക്ക് പോയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ബേജിൻ്റെ കോമ്പിനേഷനാണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് പോർഷൻ ഡാഷ്ബോർഡിൻ്റെ ബ്ലാക്ക് ആണ്, ബാക്കിയെല്ലാം ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ബേജ് എന്ന് തന്നെ പറയാം. ആ ഒരു ഫിനിഷാണ് കിട്ടുന്നത്. സ്റ്റിയറിംഗ് വീലിൻ്റെ അകത്തെ പോർഷനിലും നമുക്ക് ആ ഒരു ബേജ് ഫിനിഷ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. 8 കളേഴ്സാണ് അതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. വേറൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് ഇതിൻ്റെ നമ്മുടെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ 12.3 ഇഞ്ച് പ്ലസ് 12.3 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ വണ്ടിയിൽ നമുക്ക് 10.25 ഇഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ നോബ്സ് അതിലും ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ടച്ച് ബേസ്ഡ് ഒന്നും അല്ല, റോട്ടറി കൺട്രോൾസും ഫിസിക്കൽ ഡയൽസും ഒക്കെയാണ്, പക്ഷേ എന്നാലും യൂസ് ചെയ്യാൻ കുറച്ചും കൂടി സുഖം ഇതാണ്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലും നമുക്ക് വേണമെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ടച്ച് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം നിർബന്ധം ഉണ്ടെങ്കിൽ.
ഇനി സെൻറ്റർ കൺസോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അവിടെയും അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അവിടെ ഒരു സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടെ പ്രീമിയം ആക്കിയിട്ടുണ്ട്. അതുപോലെ ഗിയർ നോബ് കുറച്ചുകൂടെ പ്രീമിയം ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ആയതുകൊണ്ടാണ് ഇത്രയും പ്രീമിയം ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ ചുറ്റും ഒരു ക്രോം ഫിനിഷ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. നേരത്തെ വണ്ടിയിൽ ഫിസിക്കൽ ഹാൻഡ് ബ്രേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് USB പോയിന്റ്, ടൈപ്പ് സി പോയിന്റ്, ടൈപ്പ് എ പോയിന്റ്, 12 വാട്ട് പവർ സോക്കറ്റ് അതൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ വെന്റിലേറ്റഡ് സീറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെൻറ്റർ കൺസോളിൽ കാണാം. ഫ്രണ്ടിൽ ആംറസ്റ്റും വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ കളർ അതും ഏകദേശം അവർ കുറച്ചൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് പറയും. അതിൻ്റെ പാറ്റേണിലും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ മൊത്തം ഒരു ബേസ് കളറിലാണ് സീറ്റ്സ് അവർ കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ടിലായാലും ബാക്കിലായാലും. ഫ്രണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ 2 ഉണ്ട്. ബാക്കിലത്തെ സീറ്റ്സ് എടുക്കുകയാണെങ്കിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ സെക്കൻഡ് റോയിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ 7 സീറ്റർ മോഡലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. അതല്ല 6 സീറ്റർ മോഡലാണ് എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് കിട്ടുന്നത്. ഇനി ഓവറോൾ സ്പേസിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് കുറ്റമൊന്നും പറയാനില്ലായിരുന്നു. കാരൻസ് ഇറങ്ങിയ സമയത്ത് തൊട്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. ശരിക്കും ആ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള വണ്ടി കാരൻസ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ പ്രൈസ് പോയിന്റിൽ ഇപ്പോൾ XL6 അല്ലെങ്കിൽ എർട്ടിഗ ഒക്കെ നോക്കിയാലും ഇത്രയും സ്പേസ് ഓഫർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ 1 ടച്ച് ടംബിൾ ഡൗൺ സീറ്റ്സ് ഒക്കെ ഇപ്പോഴും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാരൻസിൽ വന്ന സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ 7 റോ സീറ്റിംഗ് കൺഫിഗറേഷൻ വരികയാണെങ്കിൽ നടുവിലത്തെ സീറ്റിൻ്റെ ഡിസൈൻ ഏകദേശം ഇങ്ങനെയായിരിക്കും. സെൻറ്റർ ആംറസ്റ്റ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തും അവൈലബിൾ ആണ്. പക്ഷേ നടുവിൽ ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് ഒക്കെ 3 പാസഞ്ചേഴ്സിന് അവൈലബിൾ ആയിരിക്കും. പിന്നെ അവർ ബാക്കിലായിട്ട് എയർ ഫിൽറ്ററിൻ്റെ ഡിസ്പ്ലേ പോലത്തെ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ട്രെയും ബാക്കിൽ അവൈലബിൾ ആണ് ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് വേണ്ടി. ഇനി ഫീച്ചേഴ്സിൽ മറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സിൽ ഒന്ന് വരുന്ന പാനോറാമിക് സൺറൂഫ് ആണ്. നേരത്തെ വണ്ടിയിൽ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് ആണ് കൊടുത്തിരുന്നത്. ചിലപ്പോൾ കോസ്റ്റ് കുറയ്ക്കാനായിരിക്കും. പക്ഷേ എന്തായാലും ഇതിലേക്ക് വരുമ്പോഴേക്കും ഡ്യുവൽ പെയിൻ പാനോറാമിക് സൺറൂഫ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സൺറൂഫ് ആണ്. ഇപ്പോൾ മിക്ക വണ്ടികളിലും ക്ലോസ്ഡ് ആയിട്ടുള്ള സ്കൈ റൂഫ് ആണല്ലോ വരുന്നത്. പക്ഷേ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3D വ്യൂ ഒക്കെ ഉള്ള 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. അതും നേരത്തെ വണ്ടിയിലില്ലായിരുന്നു. റിവേഴ്സ് ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനൊക്കെ പുറമെ പിന്നെ വരുന്ന ഒരു വ്യത്യാസം ഇതിൻ്റെ അകത്ത് നമുക്ക് ലെവൽ 2 അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അവൈലബിൾ ആണെന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ലെയിൻ കീപ്പ് അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, പിന്നെ റിയർ ട്രാഫിക് ക്രോസ് അലർട്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ലെവൽ 2 വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തന്നെ പറയാം. ഇപ്പോൾ വരുന്ന എല്ലാ വാഹനങ്ങളും ADAS എന്തായാലും ഉണ്ടാവാറുണ്ടല്ലോ. പിന്നെ അതല്ലാതെ സേഫ്റ്റിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും 6 എയർ ബാഗ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ABS, EBD, പിന്നെ നമ്മുടെ വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം സ്റ്റാൻഡേർഡാണ്. ഇനി ഇവർക്ക് എന്തായാലും ഇത്രയൊക്കെ പ്രീമിയം ആക്കിയ സ്ഥിതിക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിയൊരു ഫീച്ചർ റിയർ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് അറ്റ്ലീസ്റ്റ് ക്യാപ്റ്റൻ റോ സീറ്റ്സ് ഉള്ള വണ്ടിയിലെങ്കിലും വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ കൊടുക്കായിരുന്നു. എന്തായാലും ലെതർ സീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അതൊരു മനഃപൂർവ്വം കളഞ്ഞാണ്. സെറോസിലൊക്കെ ഈ അടുത്ത് ഇറങ്ങിയ സമയത്ത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതിലും കൊടുക്കുമായിരിക്കുന്നു. പക്ഷെ എന്തായാലും കൊടുത്തിട്ടില്ല. പിന്നെ വേണമെങ്കിൽ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ്, അതായത് പവർ ടെയിൽ ഗേറ്റ് ആഡ് ചെയ്യായിരുന്നു. കാരണം നമുക്കിപ്പോൾ കർവിലൊക്കെ അത് അവൈലബിൾ ആണ്. അതുപോലെ ഈ അടുത്ത് ഇറങ്ങിയ വിൻസർ EV പ്രോയിലൊക്കെ കൊടുക്കുന്നുണ്ട്. 17.5 lakhs അതിന് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. ഇനി എഞ്ചിൻ ഓപ്ഷൻസ് വേരിയൻസിൻ്റെ കേസൊക്കെ പറയാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 7 വേരിയൻസ് ആണ് കിട്ടുന്നത്. ST ഉണ്ട്, ST ഓപ്ഷൻ ഉണ്ട്, STK ഉണ്ട്, STK പ്ലസ് ഉണ്ട്, STK പ്ലസ് ഓപ്ഷൻ ഉണ്ട്, HTX ഉണ്ട്, HTX പ്ലസ് ഉണ്ട്. പിന്നെ കാരൻസിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ എഞ്ചിൻ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തും കൊടുക്കുന്നുണ്ട്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഉണ്ട്. 115 PS പവർ, 144 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 1.5 ടർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ TGDI പെട്രോൾ എഞ്ചിൻ ഉണ്ട്. 160 PS പവറും 253 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ എഞ്ചിൻ നമുക്ക് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ചിലും അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവലിൽ അവൈലബിൾ ആയിരിക്കും. കാരൻസിൽ മാനുവൽ ഇല്ലായിരുന്നു. ഇതിനകത്ത് എന്തായാലും മാനുവൽ ഉണ്ട്. ഇനി അതിന് പുറമെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ്. അത് നമുക്ക് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ 6 സ്പീഡ് മാനുവൽ അവൈലബിൾ ആണ്. 1.5 NA പെട്രോൾ നമുക്ക് മാനുവൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരൻസിലും അതാകപ്പാടെ ബേസിക് 2 വേരിയൻസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടിയിലും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും. 8 കളർ ഓപ്ഷൻസിലാണ് നമുക്ക് ഈ ഒരു വാഹനം കിട്ടുന്നത്. ഇനി ഇതിപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് അൺവെയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മെയ് 9 മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ലോഞ്ച് അടുത്ത മാസം, അതായത് ജൂൺ മാസത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് പ്രൈസ് ഒന്നും അവൈലബിൾ അല്ല, പക്ഷേ ഓൾമോസ്റ്റ് കാരൻസുമായിട്ടുള്ള സിമിലർ സ്പെക്ക്, കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ്, പിന്നെ ഡിസൈനിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 2 ലക്ഷം രൂപ വരെയൊക്കെ അഡീഷണൽ പ്രൈസ് എക്സ്പെക്ട് ചെയ്താൽ മതി. അതായത് ഇപ്പോഴത്തെ കാരൻസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10.6 lakhs ആണ്. അത് ചിലപ്പോൾ ഒരു 12.5 അല്ലെങ്കിൽ 13 lakhsനടുത്തൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. മാക്സിമം പ്രൈസ് ഒരു 22 അല്ലെങ്കിൽ 23 വരെ എക്സ്ഷോറൂം പോയായിരിക്കും. അത്രയൊക്കെ സാധ്യതയുള്ളൂ. അത് കൂടുതൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയി പോകും. ഇനി ഇതിൻ്റെ പ്രൈസ് ഇത്തിരി കുറച്ച് കാണിക്കാൻ അവർ കാരൻസിൻ്റെ ടോപ്പ് വേരിയൻസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യൂ എന്നും പറയാൻ പറ്റില്ല. എനിവേ ഇതാണ് നമ്മുടെ കിയയുടെ പുതിയ കാരൻസ് ക്ലാസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സൊക്കെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമ്മളിപ്പോൾ 1 lakh എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടെ പെട്ടെന്നാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.